അമേരിക്കയും ഇസ്രയേലും കൂടിച്ചേർന്ന് 2026 ഫെബ്രുവരി 28 ഒരു പ്രകോപനവുമില്ലാതെ ഇറാന്റെ പരമാധികാരത്തിലേക്ക് കടന്നു കയറി അക്രമം നടത്തുമ്പോൾ മനുഷ്യരാശികൾ ഒരിക്കലും അത് അംഗീകരിക്കപ്പെടുന്നില്ല. നമ്മുടെ നാട്ടിലെ മുജാഹിദ് മൗലവിമാര് അതിനെ അമേരിക്കക്ക് പിന്തുണ കൊടുക്കുന്നു. അതിനെ ഒരു ഉദാഹരണം പറയുന്നത് ഈ ആയത്തുള്ള അലി ഖമേനി എന്ന് പറയുന്ന മനുഷ്യൻ മുസ്ലിം അല്ല, അയാള് ഇസ്ലാമിൽ നിന്ന് പുറത്താണ്, ഇറാനികളൊന്നും മുസ്ലിങ്ങളല്ല. മിമ്പറിൽ കയറിക്കൊണ്ട് പറയുന്ന ഒരുപാട് പ്രസംഗങ്ങൾ നമുക്ക് യൂട്യൂബിൽ കാണാൻ സാധിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അമേരിക്കയും ഇസ്രയേലും ചെയ്യുന്നത് ഏറ്റവും വലിയ തെണ്ടിത്തരമാണ്. അതിനെ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അറബ് രാഷ്ട്രങ്ങളായ സൗദി അറേബ്യയും അതേപോലെ തന്നെ UAEയും ഖത്തർ എന്ന പോലെയുള്ള രാഷ്ട്രങ്ങളെ തിരിച്ച് ഇറാൻ ആക്രമിക്കുന്നു എന്ന് പറയുമ്പോൾ അത് അംഗീകരിക്കാൻ പറ്റൂല എന്നും അവർ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ അമേരിക്കയുടെ ബേസ് എന്ന് പറയുമ്പോൾ അമേരിക്ക വിധേയരായ ഈ രാഷ്ട്രങ്ങളെ അല്ലാതെ ഇറാന് ആരെയാണ് ആക്രമിക്കുക? ഈ രാജ്യങ്ങളെ ആക്രമിക്കുന്നതോടുകൂടി അമേരിക്കയെ ആക്രമിക്കുന്നതിന് തുല്യമാണ് എന്ന തിരിച്ചറിവ് ഇറാന് വ്യക്തമായ ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്രയേലിനെയും അതോടൊപ്പം അറബ് രാഷ്ട്രങ്ങളായ അമേരിക്കന്റെ വാലാട്ടികളായ രാജ്യങ്ങളെയും ആക്രമിക്കുക എന്ന് പറയുന്നത് യുദ്ധത്തിന്റെ മറ്റൊരു തന്ത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ ഇറാനികൾ മുസ്ലിങ്ങളല്ല എന്ന് പറയുന്നത് മുജാഹിദ് പ്രസ്ഥാനങ്ങൾ മാത്രമാണ്, അല്ലാതെ വേറെ ആരും പറയുന്നില്ല. അവരാണ് ഇന്ന് കേരളത്തിലെ പല സുന്നി പണ്ഡിതന്മാരെയും മുർത്തത്തികളാക്കുന്നതും കുഫ്രൻ ആരോപണങ്ങൾ നടത്തുന്നതും ഇവരാണ്. അവരുടെ വാക്കുകൾ എത്രമാത്രം വിശ്വാസയോഗ്യമാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക.